10ാം ക്ലാസ്സിൻ്റെ SSLC ജോഗ്രഫി സീരീസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ചാപ്റ്ററാണ്. ഒന്നാമത്തെ ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിൻ സിസ്റ്റങ്ങളെയാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പെർമനൻറ്റ് വിൻ സിസ്റ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് പീരിയോഡിക് വിൻസാണ്. നമുക്ക് ടോട്ടൽ 4 ടൈപ്പ് വിൻ സിസ്റ്റങ്ങളെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ടൈപ്പ്, അതായത് പെർമനൻറ്റ് വിൻ സിസ്റ്റം നമ്മൾ ഇതിനോടകം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് പീരിയോഡിക് വിൻസ് എന്ന് പറയുന്ന മറ്റൊരു വിൻ സിസ്റ്റങ്ങളാണ്. ആ വാക്കിൽ തന്നെയുണ്ട്, ചില പ്രത്യേക പീരീഡുകളിലായിട്ട് വീശുന്ന കാറ്റുകളാണ്. നമുക്ക് വായിച്ചു നോക്കാം. വിൻസ് സബ്ജക്റ്റഡ് ടു ദ പീരിയോഡിക് റിവേഴ്സൽ ഓഫ് ദെയർ ഡയറക്ഷൻ ആർ ടേംഡ് ആസ് പീരിയോഡിക് വിൻസ്. എന്താണ് പീരിയോഡിക് വിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ചില പ്രത്യേക പീരീഡുകൾക്കനുസരിച്ചിട്ട് അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സൽ ആവുന്ന, ദിശ മാറുന്ന കാറ്റുകളാണ് പീരിയോഡിക് വിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ദിശ മാറുന്ന കാറ്റുകൾ, അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്ന കാറ്റുകളാണ്. ചില പ്രത്യേക പീരീഡുകളിൽ ഒരു ഡയറക്ഷനിൽ വീശും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പീരീഡ് ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീശും. ഇത് പ്രധാനമായിട്ടും 2 ടൈപ്പിൽ നമുക്ക് പറയാം. ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡയണലായിട്ടുള്ള പീരിയോഡിക് വിൻസ് ഉണ്ട്, ഡയണലായിട്ട്. പിന്നെ മറ്റൊന്ന് സീസണലായിട്ടുള്ള ഡയണലുണ്ട്. സീസണലായിട്ട് പീരിയോഡിക് വിൻസ് ഉണ്ട്. അപ്പോൾ ഡയണൽ പീരിയോഡിക് വിൻസും ഉണ്ട്, സീസണൽ പീരിയോഡിക് വിൻസും ഉണ്ട്. അപ്പോൾ ഞാനിത് എന്താണെന്ന് ആദ്യമേ പറഞ്ഞുതരാം. ഈ ഡയണൽ പീരിയോഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസവും, അപ്പോൾ ദിവസവും വീശുന്ന ചില പീരിയോഡിക് വിൻസുകളുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കും? ഇപ്പോൾ പകൽ സമയം ഒരു ഡയറക്ഷനിൽ വീശി കഴിഞ്ഞാൽ രാത്രിയിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റിവേഴ്സലായി. ഓക്കെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് സൗത്തിൽ നിന്നാണ് ഒരു വിൻഡ് പകൽ ബ്ലോ ചെയ്യുന്നതെങ്കിൽ രാത്രിയാകുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് നോർത്തായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം ഈസ്റ്റിൽ നിന്നാണ് പകൽ വീശിയതെങ്കിൽ വെസ്റ്റിൽ നിന്നായിരിക്കും എപ്പോൾ വീശുക, രാത്രി വീശുക. അപ്പോൾ ഒരു ഡേയിൽ തന്നെ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നു. അങ്ങനെയുള്ള പീരിയോഡിക് വിൻസാണ് ഡയണൽ പീരിയോഡിക് വിൻസ് എന്ന് പറയാം. ഇനി സീസണൽ പീരിയോഡിക് വിൻസ് ഉണ്ട്. സീസണൽ പീരിയോഡിക് വിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീസണിൽ ഒരു ഡയറക്ഷനിൽ, അതിൻ്റെ ഓപ്പോസിറ്റ് സീസൺ ആകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സമ്മർ സീസണിൽ ഒരു ഡയറക്ഷനിൽ ഒരു വിൻഡ് ബ്ലോ ചെയ്യുന്നു. സമ്മറിൽ ഒരു ഡയറക്ഷനിൽ ഒരു വിൻഡ് ബ്ലോ ചെയ്യുകയാണ്. വിൻ്റർ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ബ്ലോ ചെയ്യുന്നു. അപ്പോൾ ഡയണലായിട്ട് ഡെയിലി ഈ പറയുന്ന ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് വീശുന്ന വിൻഡുകളുണ്ട്. ചില പ്രത്യേക സീസണുകളിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് വീശുന്ന വിൻഡുകളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിൻഡുകളെയാണ്, അങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന, റിവേഴ്സലാവുന്ന വിൻഡുകളെയാണ് നമ്മൾ പീരിയോഡിക് വിൻസ് എന്ന് പറയാം. ആദ്യം നമുക്ക് ഡയണൽ പീരിയോഡിക് വിൻസ് എന്താണെന്ന് നോക്കാം. അതിൽ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ഡയണൽ വിൻസ് സച്ച് ആസ് ദ ലാൻഡ് ബ്രീസസ്, sea breezes, mountain breezes and valley breezes as well as the monsoon winds which repeat on summer and winter are periodic winds. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ പീരിയോഡിക് വിൻസ് ആണ്. അതിൽ ഡയണലായിട്ട് വീശുന്ന, ദിവസവും ഈ പറയുന്ന വീശുന്ന ഡയറക്ഷൻ, പകൽ ഒരു ഡയറക്ഷനിൽ രാത്രി വേറൊരു ഡയറക്ഷനിലായിട്ട് വീശുന്ന ഡയണൽ പീരിയോഡിക് വിൻസിന് ഉദാഹരണങ്ങളാണ് ആരൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന ലാൻഡ് ബ്രീസ്, സീ ബ്രീസസ്, മൗണ്ടെയിൻ ബ്രീസസ്, വാലി ബ്രീസസ്, ഇതൊക്കെ. എന്നാൽ സീസണലായിട്ട് വീശുന്ന പീരിയോഡിക് വിൻസിന് ഉദാഹരണമാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത്. അപ്പം മൺസൂൺ വിൻസ് എപ്പോഴാണ് വീശുന്നത്? വിച്ച് റിപ്പീറ്റ് ഓൺ സമ്മർ ആൻഡ് വിൻ്റർ. സമ്മറിലും വിൻ്ററിലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് വീശുന്നു. എന്നാൽ ലാൻഡ് ബ്രീസസും സീ ബ്രീസസും മൗണ്ടെയിൻ ബ്രീസസും വാലി ബ്രീസസും ഒക്കെ ഡെയിലി ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട്, ദിവസവും ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് വീശുന്ന, അതായത് ഡയണൽ പീരിയോഡിക് വിൻസിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ലാൻഡ് ബ്രീസസും സീ ബ്രീസസും നോക്കാം. ലാൻഡ് ബ്രീസസ് ആൻഡ് സീ ബ്രീസസ്. യു ഹാവ് ലേൺഡ് അബൌട്ട് ദ ഫോർമേഷൻ ഓഫ് ലാൻഡ് ബ്രീസസ് ആൻഡ് സീ ബ്രീസസ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്. നിങ്ങൾ പഴയ ക്ലാസ്സിൽ നിങ്ങൾ ലാൻഡ് ബ്രീസസും സീ ബ്രീസസും പഠിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എനിവേ, നമുക്ക് എന്താണ് ലാൻഡ് ബ്രീസും സീ ബ്രീസും എന്ന് നോക്കാം. അതിനു മുന്നേ ലാൻഡിൻ്റെയും സീയുടെയും ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ലാൻഡ്, ഞാനിവിടെ ഈ റെഡിൽ ലാൻഡ് അടയാളപ്പെടുത്താം, ഇതിനെ സീനെ ഈ ഒരു നിറത്തിലും അടയാളപ്പെടുത്താം. ലാൻഡിൻ്റെയും സീയുടെയും പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാൻഡിൻ്റെ പ്രത്യേകത അത് വളരെ പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്ന, പെട്ടെന്ന് ഹീറ്റാവുകയും പെട്ടെന്ന് കൂൾ ഡൗൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു
പ്രത്യേകതയാണ് ആർക്കുള്ളത്? ലാൻഡിനുള്ളത്. ഓക്കെ, ലാൻഡിൻ്റെ പ്രത്യേകത അത് ക്വിക്കായിട്ട് ചൂടാവും, ക്വിക്കായിട്ട് എന്ത് ചെയ്യും? അത് തണുക്കുകയും ചെയ്യും. എന്നാൽ സിയുടെ പ്രത്യേകത അങ്ങനെയല്ല. സിയുടെ പ്രത്യേകത എന്താണ്? സിയുടെ പ്രത്യേകത വളരെ സ്ലോലിയാണ് അത് ചൂടാവുക, വളരെ സ്ലോലിയാണ് അത് തണുക്കുക. വളരെ സമയമെടുത്തിട്ടാണ് അത് ചൂട് പിടിക്കുക, വളരെ സമയമെടുത്തിട്ടാണ് അത് തണുക്കുക. ചൂടായിക്കഴിഞ്ഞാൽ അത് തണുക്കാൻ കുറേ സമയമെടുക്കും, ചൂടാവാനും അത് കുറേ സമയമെടുക്കും. ചില മനുഷ്യന്മാരെ പോലെയാണ് അല്ലേ? ചില ആൾക്കാർ പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും. അത് ലാൻഡ് പോലെ. ചില ആൾക്കാർ ചൂടാവാൻ കുറേ സമയമെടുക്കും, ചൂടായിക്കഴിഞ്ഞാൽ തണുക്കാൻ ഒരുപാട് സമയമെടുക്കും. അതുപോലെ സിയും. ഓക്കെ, അപ്പോൾ പകൽ സമയം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യനിൽ നിന്ന് ചൂട് വന്നു, ഇൻസുലേഷൻ വഴി ചൂടെത്തി. അപ്പോൾ സിയും ലാൻഡും കമ്പയർ ചെയ്യുമ്പോൾ ആരായിരിക്കും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ചൂട് പിടിച്ചിട്ടുണ്ടായിരിക്കുക? സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ചൂടാവുന്ന ആൾ ലാൻഡാണ്. അപ്പോൾ പകൽ സമയം, അപ്പോൾ ഡേ ടൈമിൽ ലാൻഡ് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ചൂടായി. സി അപ്പോൾ എന്താണ്? ചൂടാവുന്നുണ്ടോ? സാവധാനമേ ചൂടാവുള്ളൂ. അപ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ ആ സ്ഥലത്ത് എന്തായിരിക്കും? ലോ പ്രഷറായിരിക്കും. അപ്പോൾ ലാൻഡിൽ പകൽ സമയം ലോ പ്രഷറാണ്, കാര്യം പെട്ടെന്ന് ചൂടായിട്ടുണ്ട്, ചൂടാണ് കൂടുതലാണ്. സിയിൽ അപ്പം കമ്പാരിറ്റീവ്ലി എന്താണ്? പ്രഷർ കൂടുതലായിരിക്കും, അതായത് ഹൈ പ്രഷറായിരിക്കും. കാര്യം എന്താ? അവിടെ ചൂട് കുറവാണ് അല്ലേ? അതായത് ചൂടും പ്രഷറും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് അല്ലേ? ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും. അപ്പോൾ താരതമ്യേന പകൽ സമയത്ത് ഡേ ടൈമിൽ എന്താണ്? ഇത് ഡേ ടൈമിൽ ഹൈ പ്രഷറാണ്, അതായത് ചൂട് കുറവാണ്. എവിടേക്കാണ് കാറ്റ് ബ്ലോ ചെയ്യാറുള്ളത്? ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് ബ്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ പകൽ സമയം ഹൈ പ്രഷർ എവിടെയാണുള്ളത്? സിയിലാണുള്ളത്. എവിടെയാണ് ലോ പ്രഷർ ഉള്ളത്? നമ്മുടെ ലാൻഡിലാണുള്ളത്. അപ്പം സിയിൽ നിന്ന് ലാൻഡിലോട്ടേക്ക് ഇങ്ങനെ പകൽ സമയം കടലിൽ നിന്ന് കരയിലോട്ടേക്ക് കാറ്റ് വീശിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ പകൽ സമയം വീശുന്ന കാറ്റാണ് ഏതെന്ന് പറയുന്നത്? കടലിൽ നിന്നല്ലേ വീശുന്നത്. അതുകൊണ്ട് കടലിൽ നിന്ന് വീശുന്നത് കൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? സീ ബ്രീസ് എന്ന് വിളിക്കാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രാത്രിയാകുമ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടാവുക? പകൽ ഈ ലാൻഡിൽ പെട്ടെന്ന് ചൂടായെങ്കിൽ രാത്രിയായി കഴിഞ്ഞാൽ ലാൻഡിൽ എന്താവും സംഭവിക്കുന്നുണ്ടാവുക? ലാൻഡിൽ നമുക്ക് നോക്കാം. രാത്രിയായി കഴിഞ്ഞപ്പോൾ ഈ സിയുടെ ഭാഗത്ത് അപ്പോഴാണ് ചൂട് ഇങ്ങനെ വരുന്നത്. സി ഇങ്ങനെ അപ്പോഴാണ് ചൂട് പിടിച്ച് വരുന്നത്. ലാൻഡ് അപ്പോഴത്തേക്കും തണുത്തിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പം താരതമ്യേന രാത്രിയാവുമ്പോൾ ചൂട് കൂടുതലുള്ള കടൽ, അവിടെ എന്ത് പ്രഷർ? സിയിൽ എന്ത് പ്രഷറായിരിക്കും? അവിടെ ലോ പ്രഷറായിരിക്കും. ഇപ്പോൾ ലാൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്? പെട്ടെന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് രാത്രിയിൽ അല്ലേ? അപ്പോൾ രാത്രിയിൽ ലാൻഡ് തണുത്തതുകൊണ്ട് ലാൻഡിൽ എന്തായിരിക്കും? ഹൈ പ്രഷറായിരിക്കും. ഓക്കെ, അപ്പം നൈറ്റിൽ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇപ്പം എവിടുന്ന് എവിടേക്ക് കാറ്റ് ബ്ലോ ചെയ്യും? ഹൈ പ്രഷറുള്ള സ്ഥലത്ത് നിന്ന് ലോ പ്രഷറുള്ള സ്ഥലത്തേക്ക് അല്ലേ? അപ്പം ലാൻഡിൽ നിന്ന് തിരിച്ച് എവിടേക്ക്? കടലിലോട്ടേക്ക് രാത്രിയിൽ, നൈറ്റിൽ വിൻഡ് ബ്ലോ ചെയ്യുന്നു. ഇങ്ങനെ ബ്ലോ ചെയ്യുന്ന വിൻഡിനെ വിളിക്കുന്ന പേരാണ് ലാൻഡ് ബ്രീസ്. മനസ്സിലായോ? അപ്പം ഡേ ടൈമിൽ എന്തായിരുന്നു? കടലിൽ നിന്ന് കരയിലോട്ടേക്ക് വിൻഡ് ബ്ലോ ചെയ്തു, അതുകൊണ്ട് സീ ബ്രീസ്. ഓക്കെ, രാത്രിയായപ്പോൾ എവിടുന്ന് എവിടേക്ക് ബ്ലോ ചെയ്തു? ലാൻഡിൽ നിന്ന് കടലിലോട്ടേക്ക്, സീയിലോട്ടേക്ക് ബ്ലോ ചെയ്തു, അതുകൊണ്ട് ലാൻഡ് ബ്രീസ്. നോക്കൂ, ഡേ ടൈമിൽ ഒരു ഡയറക്ഷനിൽ, നൈറ്റിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പം സീ ബ്രീസും ലാൻഡ് ബ്രീസും നമ്മുടെ പീരിയോഡിക് വിൻഡിന്, അതായത് ഡയേണൽ പീരിയോഡിക് വിൻഡിന് ഉദാഹരണമല്ലേ? തീർച്ചയായിട്ടും അതിൻ്റെ ഉദാഹരണമാണ്. കാര്യം പകൽ സമയം ഒരു ഡയറക്ഷനിലാണ്, രാത്രിയിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അടുത്ത ഒരു പീരിയോഡിക് വിൻഡ് സിസ്റ്റങ്ങളാണ് മൗണ്ടെയിൻ ബ്രീസും അതുപോലെ തന്നെ വാലി ബ്രീസും. ഇതും ഈ പറയുന്ന പോലെ ഒരു ഡയേണൽ പീരിയോഡിക് വിൻഡാണ്. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ളത് മൗണ്ടെയിൻ ബ്രീസാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. പിന്നെ നമുക്ക് വാലി ബ്രീസ് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ആദ്യം പകൽ വെച്ച് തുടങ്ങാം അല്ലേ? നമുക്ക് തുടങ്ങാം. അതുകൊണ്ട് അത് നിങ്ങൾക്ക് പകൽ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് രാത്രി ഉള്ളൂ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം പകൽ വെച്ച് തുടങ്ങാം. ആദ്യം നമുക്ക് വാലി ബ്രീസ് പറയാം, എന്നിട്ട് നമുക്ക് മൗണ്ടെയിൻ ബ്രീസ് പറയാം. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കുകയാണെങ്കിൽ
ഞാൻ പാൻ എടുക്കട്ടെ. ഡ്യൂറിങ് ഡേ ടൈം the heating by sunlight and rising up of air along the mountain slopes make the wind to blow upslope from the valley. These winds are called valley breeze. അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡ്യൂറിങ് ഡേ ടൈം, പകൽ സമയം അല്ലേ, പകൽ സമയം. നിങ്ങൾ ഈ രണ്ടാമത്തെ ചിത്രം നോക്കൂ. പകൽ സമയത്ത് നമ്മുടെ സൺലൈറ്റ് വരുന്ന സമയത്ത് നമ്മുടെ മൗണ്ടെയിൻ സ്ലോപ്പിൽ നിന്ന് നമ്മുടെ ഈ ഭാഗത്തൊക്കെ എന്താണ്, വളരെയധികം ചൂട് തട്ടുകയാണ്. ചൂട് തട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കാറുള്ളത്? ചൂട് തട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള എയർ എല്ലാം കൂടെ എക്സ്റ്റെൻഡ് ആയിട്ട് അതെന്ത് ചെയ്യും, മേലോട്ടേക്ക് റൈസസ് അപ്പ് ചെയ്യാറുണ്ട് അല്ലേ, മേലോട്ടേക്ക് ഉയർന്നു പോകാറുണ്ട്. അപ്പോൾ പകൽ സമയം ചൂട് തട്ടിയിട്ട് വാലിയിലുള്ള അല്ലെങ്കിൽ ഈ മൗണ്ടെയിൻ സ്ലോപ്സിലുള്ള, മൗണ്ടെയിൻ്റെ ടോപ്പിലെല്ലാം പറയുന്നത് മൗണ്ടെയിൻ്റെ സ്ലോപ്പ്, ഈ മൗണ്ടെയിൻ സ്ലോപ്സിലുള്ള ഈ വാലി ഭാഗത്തുള്ള എയർ എല്ലാം കൂടെ മേലോട്ടേക്ക് ഇങ്ങനെ ഉയർന്നു പോകും, റൈസസ് അപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ മൗണ്ടെയിൻ ടോപ്പിലോട്ടേക്ക്, മൗണ്ടെയിൻ സ്ലോപ്സിൽ നിന്ന്, അതായത് വാലിയിൽ നിന്ന് എയർ എല്ലാം കൂടെ മേലോട്ടേക്ക് റൈസസ് ചെയ്യുകയാണ്. കാര്യം കൺവെക്ഷൻ കാരണം അല്ലേ, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ചൂടേറ്റ് കഴിഞ്ഞാൽ എയർ മേലോട്ടേക്ക് പോകും അല്ലേ, എക്സ്റ്റൻഷൻ സംഭവിച്ചിട്ട് മേലോട്ടേക്ക് റൈസസ് അപ്പ് ചെയ്യുമെന്ന് നമ്മൾ കാര്യം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാരണത്താൽ ഇത് മേലോട്ടേക്ക് ഉയർന്നു പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു എയർ മൂവ്മെൻറ്റ് എവിടെ നിന്ന് നടക്കുകയാണ്? നമ്മുടെ ഇവിടെ നിന്ന്, അതായത് മൗണ്ടെയിൻ സ്ലോപ്സിൽ നിന്ന് അല്ലെങ്കിൽ വാലിയിൽ നിന്ന് മൗണ്ടെയിൻ ടോപ്പിലോട്ടേക്ക് പകൽ സമയം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. എയർ മേലോട്ടേക്ക് പോകുന്നു ചൂടേറ്റിട്ട്. ഇതിനെയാണ് നമ്മൾ വാലി ബ്രീസ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടേക്ക് വിൻഡ് ബ്ലോ ചെയ്യുന്നു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു വിൻഡ് എന്നുള്ള രൂപത്തിൽ നമുക്ക്, വിൻഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച രൂപത്തിൽ നമുക്ക് സങ്കല്പിക്കാനായിട്ട് പറ്റില്ല. പകരം ഇവിടെ സംഭവിക്കുന്നത് എയറിൻ്റെ ഒരു മൂവ്മെൻറ്റ്, എയർ ചൂട് പിടിച്ചിട്ട് മേലോട്ടേക്ക് പോയതാണ് ചെയ്യുന്നത്. അതിനെ നമുക്ക് ഇങ്ങനെ ഈ മൗണ്ടെയിൻ സ്ലോപ്സിലൂടെ ഇങ്ങനെ പോയപ്പോൾ അതിനൊരു ഹൊറിസോണ്ടലായിട്ട് നമുക്ക് സങ്കല്പിച്ചിട്ട് അതിനൊരു വിൻഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമെന്നതാണ്. ഇനി രാത്രിയായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? രാത്രിയാവുമ്പോൾ സംഭവിക്കുന്നത് ഈ മൗണ്ടെയിൻ സ്ലോപ്പിൻ്റെ മേലെ ഈ എയർ എല്ലാം കൂടെ വന്ന് നിൽക്കും. എല്ലാ മേലോട്ടേക്ക് പോയ എയറും എല്ലാവരും കൂടെ ഈ മൗണ്ടെയിൻ ടോപ്പിൽ വന്ന് നിൽക്കും. അപ്പോൾ മൗണ്ടെയിൻ ടോപ്പിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ കമ്പാരിറ്റീവ്ലി എയർ ഇങ്ങനെ വളരെയധികം കൂടും. അങ്ങനെ ഈ എയറിന് അവിടെ നിൽക്കാൻ പറ്റാതെ എല്ലാം കൂടി എന്ത് ചെയ്യുന്നു, മൗണ്ടെയിൻ സ്ലോപ്സിലൂടെ തിരിച്ച് വാലിയിലോട്ടേക്ക് തിരിച്ചിറങ്ങും. ഈ മേലെയുള്ള എയറിൻ്റെ അളവ് വളരെ കൂടിയിട്ട് എല്ലാം കൂടെ കൂൾ ഡൗൺ ചെയ്തിട്ട് അതിന് മൗണ്ടെയിൻ ടോപ്പിൽ നിന്ന് നമ്മുടെ മൗണ്ടെയിൻ സ്ലോപ്സിലൂടെ വാലിയിലോട്ടേക്ക് രാത്രിയിൽ ഈ എയർ എല്ലാം കൂടി തിരിച്ചിറങ്ങും. അപ്പോൾ ഇതിനെ നമുക്കൊരു വിൻഡായിട്ട് സങ്കല്പിക്കാം. ഒരു ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് തന്നെയാണ് ബേസിക്കലി അത്. അപ്പം എക്സാക്റ്റ്ലി നമ്മൾ പഠിച്ചത് പ്രകാരമുള്ള നമ്മൾ പറഞ്ഞത് പ്രകാരമുള്ള ഒരു വിൻഡൊന്നുമല്ല, പക്ഷേ എങ്കിലും നമുക്കൊരു വിൻഡായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതും മൗണ്ടെയിൻ്റെ മേലെന്ന്. അപ്പോൾ നോക്കൂ, പകൽ സമയം വാലിയിൽ നിന്ന് എവിടേക്ക്? മൗണ്ടെയിൻ ടോപ്പിലോട്ടേക്ക്. രാത്രിയായപ്പോൾ മൗണ്ടെയിൻ ടോപ്പിൽ നിന്ന് വാലിയിലോട്ടേക്ക് ഡയറക്ഷൻ മാറിയത് കണ്ടില്ലേ? ഒരേ ദിവസം തന്നെ 2 ഡിറക്ഷനിൽ വീശി, ഒരേ ദിവസം അല്ലേ. പകൽ സമയം ഒരു ഡയറക്ഷനിൽ വീശി, രാത്രിയിൽ മറ്റൊരു ഡയറക്ഷനിൽ വീശി. അപ്പോൾ ഡയറക്ഷൻ റിവേഴ്സലായില്ലേ? അതുകൊണ്ട് തന്നെ ഡയറക്ഷൻ റിവേഴ്സലായതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒരു ഡയേണൽ വിൻഡാണ് ഈ പറയുന്ന മൗണ്ടെയിൻ ബ്രീസും വാലി ബ്രീസും എന്ന് നമുക്ക് ഡയേണൽ പീരിയോഡിക് വിൻഡ്സ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നമുക്ക് വായിച്ചു നോക്കാം. ഡ്യൂറിങ് നൈറ്റ് എയർ അലോങ് ദ മൗണ്ടെയിൻ സ്ലോപ്സ് കൂൾസ്, കോൺട്രാക്ട്സ് ആൻഡ് മൂവ്സ് ഡൗൺ സ്ലോപ്പ്. ദീസ് വിൻഡ്സ് ആർ കോൾഡ് മൗണ്ടെയിൻ ബ്രീസസ്. അപ്പം ഈ മൗണ്ടെയിൻ ടോപ്പിൽ നിന്ന് അല്ലെങ്കിൽ മൗണ്ടെയിൻ സ്ലോപ്സിൽ ഈ എയർ എല്ലാം കൂടെ കൂളായിട്ട് അതെല്ലാം കൂടെ ഒരുമിച്ച് കോൺട്രാക്റ്റഡ് ആയിട്ട് എന്ത് ചെയ്യണം, അത് ഈ സ്ലോപ്സിലൂടെ താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മൗണ്ടെയിൻ ബ്രീസസ് എന്ന് വിളിച്ചത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത്, അപ്പോൾ നമ്മൾ ഡയേണൽ വിൻഡ് സിസ്റ്റങ്ങളായിട്ടുള്ള ഡയേണൽ പീരിയോഡിക് വിൻഡ്സുകളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് സീസണൽ പീരിയോഡിക് വിൻഡായിട്ടുള്ള മൺസൂൺ വിൻഡ്സ് ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഈ ലാൻഡ് ബ്രീസും സീ ബ്രീസും എന്താണ്? ഡെയിലി ഡയറക്ഷൻ റിവേഴ്സലാവുന്ന പീരിയോഡിക് വിൻഡ്സ് ആണ്. എന്നാൽ മൺസൂൺ വിൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസണലായിട്ട് ഒരു സീസണിൽ സമ്മറിൽ ഒരു ഡയറക്ഷനിലും വിൻ്ററിൽ മറ്റൊരു ഡയറക്ഷനിലും ബ്ലോ ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് നോക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിൻഡ് സിസ്റ്റമാണ് മൺസൂൺ വിൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്.
അപ്പം ഇതിന് കുറച്ച് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്, കുറച്ച് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരു വേറൊരു പേജ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ ഞാനൊന്ന് ആദ്യം വിശദീകരിച്ച് തരാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മൾ ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യത്തിന് ഒരു ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു വിൻഡാണ് ഏതെന്ന് പറയുന്നത്, മൺസൂൺ എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു വിൻഡ് സിസ്റ്റമാണ് മൺസൂൺ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റും അതുപോലെ തന്നെ ഇന്ത്യ പോലെയുള്ള മറ്റു രാജ്യങ്ങളിലുമൊക്കെ നമ്മുടെ ഈ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ ഒരു സൗത്ത് ഏഷ്യ, ഈ ഭാഗങ്ങളിലെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു വിൻഡാണ് ഈ പറയുന്ന മൺസൂൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മൺസൂൺ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം മൺസൂൺ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ദ ടേം മൺസൂൺ ഇംപ്ലൈസ് ദ സീസണൽ റിവേഴ്സൽ ഇൻ ദ വിൻഡ് പാറ്റേൺ. മൺസൂൺ എന്ന് പറയുന്ന ഒരു വാക്ക് ശരിക്ക് അറബിക് വാക്കായിട്ടുള്ള അറബിക് ലാംഗ്വേജിലെ മൗസിം എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സീസണൽ റിവേഴ്സൽ ഇൻ ദ വിൻഡ് പാറ്റേൺ എന്നാണ്. കാറ്റുകളിൽ സീസണലായിട്ട് ദിശാവ്യതിയാനം സംഭവിക്കാം. അതായത് ഒരു സീസണിൽ ഒരു ഡയറക്ഷനിൽ വീശുന്നു, മറ്റൊരു സീസണിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീശുന്നു. ഇങ്ങനെ വീശുന്ന വിൻഡുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്, മൺസൂൺ വിൻഡ് എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, ഡ്യൂറിങ് സമ്മർ the South Asian landmasses, especially the Indian subcontinent, gets heated up intensely and severe low pressure develops. Wind blows towards the landmass from the Indian Ocean, where comparatively high pressure prevails. These winds blowing as southwest winds due to Coriolis effect causes widespread rainfall on entering the land. This is southwest monsoon. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒന്ന് വിശദീകരിച്ചു തരാം, നോക്കാം. നമ്മുടെ ഇന്ത്യ അടക്കം ഉൾപ്പെടുന്ന സൗത്ത് ഏഷ്യ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യ എന്ന് പറയുന്ന ഭാഗത്ത്, അതിൽ പ്രധാനമായിട്ടും ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചില അയൽ രാജ്യങ്ങൾ കൂടി ചേരുന്നതാണ്. അഫ്ഗാനിസ്ഥാൻ, അതുപോലെ തന്നെ നമ്മുടെ പാകിസ്ഥാൻ, ശ്രീലങ്ക, അതുപോലെ തന്നെ മാൽദീവ്സ്, അതുപോലെ നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങൾ ചേരുന്നതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് പറയാറുള്ളത്. ഇന്ത്യ മാത്രമല്ല അതിനകത്തുള്ളത്. ഇവിടെ സമ്മർ ആയിരിക്കുന്ന സമയത്ത്, സമ്മർ എന്ന് പറഞ്ഞാൽ എന്താണ്, വേനൽക്കാലം ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ വേനൽക്കാലമാകുന്ന സമയത്ത് ഈ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ ലാൻഡ് ഭാഗത്ത് സ്വാഭാവികമായിട്ട് നല്ല ചൂടായിരിക്കും. ചൂടാവുന്നത് കൊണ്ട് തന്നെ അവിടെ ലോ പ്രഷറായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ ഇവിടെ നമുക്കറിയാം ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഭാഗം സൗത്ത് ഭാഗം ഇന്ത്യൻ ഓഷ്യനാണ്, ഇവിടെ ബേ ഓഫ് ബംഗാളാണ്, ഇവിടെ അറേബ്യൻ സീ ആണ്. ഇതിൽ ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗത്ത് കമ്പാരിറ്റീവ്ലി ഹൈ പ്രഷറാണുള്ളത്. അപ്പം സമ്മർ സീസണിൽ വേനൽക്കാലത്ത്, നമുക്ക് ഇന്ത്യയുടെ വേനൽക്കാലം തന്നെ എടുക്കാം. ഇന്ത്യയുടെ വേനൽക്കാലത്ത് ഇന്ത്യയുടെ ലാൻഡ് മാസസിൽ, അതായത് ഇന്ത്യയുടെ കരഭാഗത്ത് പ്രഷർ കുറവായിരിക്കും. കാര്യം എന്താണ്, അവിടെ ചൂട് വളരെ കൂടുതലായതുകൊണ്ട് ഈ ഭാഗം വളരെയധികം പ്രഷർ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് ലോ പ്രഷറാണ്. കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗത്ത്, അതായത് കടലിൻ്റെ ഭാഗത്ത് എന്താണ്, ടെമ്പറേച്ചർ കുറവായിരിക്കും. അതായത് സമ്മറിൽ, വേനൽക്കാലത്ത് ഇവിടെ ഹൈ പ്രഷറാണ് കമ്പാരിറ്റീവ്ലി ഉള്ളത്. നമുക്കറിയാം എവിടെ നിന്ന് എവിടേക്കാണ് കാറ്റുകൾ വീശാറുള്ളത് എവിടെ നിന്ന് എവിടേക്കാണ്, നമ്മുടെ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ്. അപ്പോൾ ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വിൻഡ് ഇങ്ങനെ ബ്ലോ ചെയ്യുകയാണ്. ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗത്ത് നിന്ന് എവിടേക്ക്, ഇന്ത്യയുടെ ലാൻഡ് മാസസിലോട്ടേക്ക് വിൻഡ് ബ്ലോ ചെയ്യുകയാണ്. അതായത് സൗത്തിൽ നിന്ന് ഒരു നോർത്തിലോട്ടേക്ക് എന്ന ഡയറക്ഷനിൽ വീശുകയാണ്. പക്ഷേ ഈ വിൻഡുകളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, കോറിയോലിസ് ഫോഴ്സ് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. കോറിയോലിസ് ഫോഴ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. കോറിയോലിസ് ഫോഴ്സ് എങ്ങനെയാണ് വിൻഡുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അത് നോർത്തേൺ ഹെമിസ്ഫിയറിലെ വിൻഡുകളാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷനെ റൈറ്റിലോട്ടേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അതെന്ത് ചെയ്യിക്കും, ലെഫ്റ്റിലോട്ടേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. ഈ കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണുള്ളത്, നമ്മൾ നിൽക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക്
കോറിയോലിസ് ഫോഴ്സ് എങ്ങനെയായിരിക്കും നമ്മളെ റൈറ്റിലോട്ടേക്ക് വലതുവശത്തോട്ടേക്കായിരിക്കും ഡിഫ്ലക്റ്റഡ് ആക്കുക അല്ലേ. അപ്പോൾ ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് ഇങ്ങനെ ഈ പറയുന്ന ഹൈ പ്രഷർ സോണായിട്ടുള്ള ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗത്തു നിന്ന് ലോ പ്രഷർ സോണായിട്ടുള്ള ഇന്ത്യൻ ലാൻഡ് മാസിലോട്ടേക്ക് കരഭാഗത്തേക്ക് വിൻഡ് ബ്ലോ ചെയ്യുമ്പോൾ ഇവയെ കോറിയോലിസ് ഇഫക്റ്റ് അട്രാക്റ്റ് ചെയ്യണം. കോറിയോലിസ് ഇഫക്റ്റ് അട്രാക്റ്റ് ചെയ്തിട്ട് ഇവയെ നമ്മൾ എങ്ങനെയാക്കും, ഇങ്ങനെ വീശിയിരുന്ന ആൾക്കാരെ പിടിച്ചിട്ട് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആക്കും, റൈറ്റിലോട്ടേക്ക് ഡിഫ്ലക്റ്റഡ് ആക്കും, റൈറ്റിലോട്ടേക്ക് ഡിഫ്ലക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ ഇതിന് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇതാ നമ്മുടെ അറേബ്യൻ സീയുടെ ഭാഗത്തേക്കാണ് പോയത്, കുറേ ആൾക്കാർ എന്താണ് ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗത്തോട്ടേക്കാണ് പോയത്. ഇങ്ങനെ അറേബ്യൻ സീയുടെ ഭാഗത്തോട്ടേക്ക് പോകുന്ന ഈ നമ്മുടെ മൺസൂണിൻ്റെ ബ്രാഞ്ചസുകളും അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗത്തോട്ടേക്ക് പോകുന്ന മൺസൂണിൻ്റെ ബ്രാഞ്ചസുകളും ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ വന്നിരുന്ന ഒന്നുകൂടെ വരയ്ക്കുകയാണ്, ഇങ്ങനെ പോയിരുന്ന വിൻഡ് ഇപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയായി അല്ലേ, ഇതിന് ഡയറക്ഷൻ ചേഞ്ച് ഇങ്ങനെ പോയിരുന്നത് ഇപ്പോൾ ഇങ്ങനെയായി. അപ്പോൾ എന്താണ് ഇതിന് ഡയറക്ഷൻ ചേഞ്ച് ആയിട്ട് ഇത് എന്ത് ഡയറക്ഷനിലേക്കാണ് മാറിയിട്ടുള്ളത്, സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലോട്ടേക്കാണ് മാറുന്നത്. ആദ്യം സൗത്ത് ഡയറക്ഷനിലായിരുന്നു, സൗത്തിൽ നിന്നായിരുന്നു വന്നതെങ്കിൽ ഇപ്പോൾ ഈ കാറ്റുകൾ സൗത്ത് വെസ്റ്റിൽ നിന്നാണ് വരുന്നത്. അതിലേക്ക് കാരണമായത് കോറിയോലിസ് ഫോഴ്സ് കാരണമാണ് അത് സൗത്ത് വെസ്റ്റിലോട്ടേക്ക് കൺവേർട്ട് ആയത്. അങ്ങനെ ഇത് അറേബ്യൻ സീയുടെ ഭാഗത്തോട്ടേക്കും ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗത്തും ഇങ്ങനെ രണ്ട് ബ്രാഞ്ചുകളായിട്ട്, ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഈ അറേബ്യൻ സീയും ബേ ഓഫ് ബംഗാളും ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തേക്കൊക്കെയായിട്ട് ഇത് മാറുകയാണ്. ഇതിൽ അറേബ്യൻ സീയുടെ ബ്രാഞ്ചിലോട്ടേക്ക് പോയ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് അത് ജൂൺ മാസമാകുമ്പോൾ ഏകദേശം നമ്മുടെ കേരളത്തിൻ്റെ ഭാഗത്തേക്ക് എത്തും. സ്വാഭാവികമായിട്ടും അറേബ്യൻ സീയിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും വരുന്ന ഈ വിൻഡ് ആയതുകൊണ്ട് തന്നെ മാക്സിമം മോയ്സ്ചർ കണ്ടൻറ്റ് അതിനകത്തുണ്ടായിരിക്കും, വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും ഇത് ഇന്ത്യയുടെ ഈ കേരളത്തിൻ്റെ ഭാഗത്തേക്ക് കടക്കുമ്പോൾ കേരളത്തിൻ്റെ ഭാഗത്ത് ഇത് മഴ പെയ്യിക്കാൻ വേണ്ടി തുടങ്ങും. പിന്നീട് ഈ കാറ്റ് കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, അങ്ങനെ രാജസ്ഥാൻ്റെ കുറച്ച് ഭാഗം, രാജസ്ഥാനിലേക്ക് വല്ലാതെ കടക്കാൻ പറ്റില്ല, അവിടെ എന്തുണ്ട് നമ്മുടെ ആര്യവല്ലി റേഞ്ചസ് ഉള്ളതുകൊണ്ട് രാജസ്ഥാനിലോട്ടേക്ക് വല്ലാതെ കടക്കാൻ പറ്റില്ല. എനിവേ രാജസ്ഥാൻ്റെ കുറച്ച് പാർട്ട്, പിന്നെ പഞ്ചാബ്, ഹരിയാന ഇവിടങ്ങളിലൊക്കെ മഴ പെയ്യിക്കും. ഇവിടങ്ങളിലൊക്കെ മഴ പെയ്യിക്കും. ഇനി ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗത്തോട്ടേക്ക് പോയ ആളെങ്ങനെയാണ്, അവർ നേരെ ബേ ഓഫ് ബംഗാളിൽ നിന്ന് ഈ വിൻഡ് സൗത്ത് വെസ്റ്റ് മൺസൂൺ നേരെ എന്ത് ചെയ്യാണ്, മാക്സിമം മോയ്സ്ചർ കളക്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ ഒരു ബംഗാൾ, ഒറീസ അല്ലെങ്കിൽ ബംഗാളിൻ്റെ ഭാഗത്തോട്ടേക്ക് കടക്കണം. ഇവിടെ വെച്ചിട്ട് വീണ്ടും ഇത് രണ്ട് ബ്രാഞ്ചസുകളായിട്ട് പിരിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ഈ ഗംഗാ പ്ലെയിനിലോട്ടേക്ക്, നമ്മുടെ ഈ നേരത്തെ ഇവിടെ ഈ പഞ്ചാബ്, ഹരിയാന ഇതിൻ്റെ സൈഡിലേക്ക് പോയിട്ട് അവിടെ ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ മധ്യപ്രദേശ്, ജാർഖണ്ഡ് ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളിലും മറ്റേ ഈ പറഞ്ഞ ഒരു ബ്രാഞ്ച് ഇവിടുന്ന് ബേ ഓഫ് ബംഗാളിൽ നിന്ന് കയറി വന്നിട്ടുള്ള മറ്റേ ബ്രാഞ്ച് നോർത്ത് ഈസ്റ്റിൻ്റെ ഭാഗത്തോട്ടേക്ക് പോയിട്ട് അവിടങ്ങളിലും മഴ പെയ്യിക്കും. പിന്നെ ഇവിടെ വെച്ചിട്ട് നേരത്തെ നമ്മൾ അറേബ്യൻ സി ബ്രാഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൽ ഇവിടെ നിന്ന് വന്ന ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചുമായിട്ട് ഈ പഞ്ചാബിൻ്റെ, ഹരിയാനയുടെ ഭാഗത്ത് വെച്ചിട്ട് അത് ഒന്നായി ചേരുകയും പിന്നീട് അത് നമ്മുടെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്, കാശ്മീരിൻ്റെ ഭാഗത്തേക്കും ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിലും പോയിട്ട് മഴ പെയ്യിക്കുന്നു എന്നാണ് പറയുന്നത്. എനിവേ ഇതാണ് ഇന്ത്യയുടെ പ്രധാന മഴക്കാലം എന്ന് പറയുന്നത്. നമ്മുടെ മഴക്കാലം ശരിക്കും എപ്പോഴാണ്, നമ്മുടെ വേനൽക്കാലത്താണ്. നമ്മുടെ സമ്മറിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. നോക്കൂ, ഇപ്പോൾ നമുക്ക് മൺസൂൺ സീസണാണ്. ഇപ്പോൾ മൺസൂണിൻ്റെ സീസണിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മഴയൊക്കെ വളരെ കുറവാണ്, കാര്യം നമുക്ക് കാലാവസ്ഥ ചേഞ്ചസുകൾ ഉള്ളതുകൊണ്ടാണ് സംഭവിക്കുന്നത്. എനിവേ നമ്മുടെ സമ്മറിലാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉള്ളത്. അതിൽ തന്നെ മൺസൂൺ ആദ്യമായിട്ട് എത്തുന്നത് എവിടെയാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് മൺസൂൺ എത്തുന്നത് കേരളത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മഴയാണ് പിന്നീട് ജൂൺ, ജൂലൈ മാസങ്ങളിലേക്കായിട്ട് നോർത്ത് ഇന്ത്യയിലോട്ടേക്കും ഒക്കെ വ്യാപിക്കുന്നത്. അപ്പോൾ നമ്മുടെ വേനൽക്കാലത്താണ് നമ്മുടെ എന്ത് വരുന്നത്, സൗത്ത് വെസ്റ്റ് മൺസൂൺ വരുന്നത്. സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട റെയിനി സീസൺ എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട മഴക്കാലം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. അപ്പോൾ നമ്മുടെ വേനൽക്കാലത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ വേനൽക്കാലത്ത് ഇങ്ങനെ വരാൻ കാരണം, വേനൽക്കാലത്താണ് ലാൻഡ് മാസിൽ എന്തായത്, ലോ പ്രഷർ ആയത്. അപ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗത്ത് ഹൈ പ്രഷർ. അപ്പോൾ കടലിൽ നിന്ന് കരയിലോട്ടേക്ക് കാറ്റ് വീശി, കടലിൽ നിന്ന് വീശിയത് കൊണ്ട് തന്നെ മാക്സിമം അതിൽ എന്തുണ്ടായിരുന്നു, മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ അതിനെ കോറിയോലിസ് ഫോഴ്സ് ഒന്ന് റൈറ്റിലോട്ടേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യിച്ചപ്പോൾ അത് രണ്ട് ബ്രാഞ്ചുകളാവുകയും അത് സൗത്ത് വെസ്റ്റ് ആയിട്ട് മാറുകയും ചെയ്തു. സൗത്തിൽ നിന്ന് വരുന്ന സൗത്ത് ഡയറക്ഷനിൽ നിന്നായിരുന്നു വീശിയിരുന്നത്, പക്ഷേ അത് കോറിയോലിസ് ഫോഴ്സ് കാരണം സൗത്ത് വെസ്റ്റ് ഡയറക്ഷനായി. അപ്പോൾ വേനൽക്കാലത്ത് ഇങ്ങനെ വീശിയ ഈ പറയുന്ന സൗത്ത് വെസ്റ്റ് മൺസൂണിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട റെയിനി സീസൺ എന്ന് പറയുന്നത്. എന്നാൽ
ഇനി നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള മറ്റൊരു മൺസൂണിനെ പരിചയപ്പെടാം. നമ്മുടെ ഇന്ത്യയെ നമുക്കിങ്ങനെ വരക്കാം. ഇന്ത്യയിൽ വിൻ്ററായി എന്ന് വിചാരിച്ചോ. അതായത് കുറച്ചും കൂടെ നമ്മുടെ ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിലേക്ക് കടന്നു എന്ന് വിചാരിക്കുക. നമുക്ക് കുറച്ചും കൂടെ തണുപ്പായി, ചൂട് മാറി. ഈ സമയം ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ ലാൻഡ് മാസിൽ എന്തായിരിക്കും? ഹൈ പ്രഷറാണ് ഉണ്ടായിരിക്കുക, അല്ലേ? ചൂട് കുറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗത്ത് എന്തായിരിക്കും? ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗത്ത് ഇപ്പോൾ എന്തായിരിക്കും? ലോ പ്രഷർ, അതായത് ചൂട് കൂടുതലായിരിക്കും. എപ്പോൾ? നമ്മുടെ വിൻ്റർ സീസണിൽ. മനസ്സിലായോ? അപ്പോൾ ഇവിടുന്ന് എവിടേക്കായിരിക്കും വിൻഡ് ബ്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക? ഈ പറയുന്ന ഹൈ പ്രഷർ സോണായിട്ടുള്ള ഇന്ത്യൻ ലാൻഡ് മാസിൽ നിന്ന് എവിടേക്ക് ബ്ലോ ചെയ്യും? നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗത്തോട്ടേക്ക് വിൻഡ് ബ്ലോ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇപ്പോൾ ഈ സമയം നമ്മുടെ ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗത്തും എന്ത് തന്നെയാണ്? ലോ പ്രഷർ തന്നെയാണ്. ഇന്ത്യൻ ഓഷ്യനിൽ ലോ പ്രഷർ ആയതുകൊണ്ട് ഇന്ത്യൻ ബേ ഓഫ് ബംഗാളിന് ഒബ്വിയസ്ലി എന്ത് തന്നെയായിരിക്കും? ഇന്ത്യൻ ഓഷ്യൻ്റെ പാർട്ടല്ലേ ബേ ഓഫ് ബംഗാൾ. അപ്പോൾ കുറച്ച് വിൻഡുകൾ ഈ ലോ പ്രഷർ ആയിട്ടുള്ള ഈ സ്ഥലത്തേക്ക് ഇന്ത്യൻ ലാൻഡ് മാസിൽ നിന്ന് ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗത്തോട്ടേക്കും വീശുന്നുണ്ടായിരിക്കും. ഇങ്ങനെ പോയിട്ടുള്ള ഈ ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗത്തോട്ടേക്ക് പോയിട്ടുള്ള ഈ പറയുന്ന വിൻഡുകൾ അത് മാക്സിമം മോയ്സ്ചർ കളക്ട് ചെയ്തിട്ട് നമ്മുടെ കോറമാൻഡൽ തീരത്തോട്ടേക്ക്, കോറമാൻഡൽ തീരം എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശ്, നമ്മുടെ തമിഴ്നാടൊക്കെ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കോസ്റ്റൽ ഏരിയയാണ് നമ്മുടെ കോറമാൻഡൽ ഏരിയാസ്. ഇവിടേക്ക് ഇത് പ്രവേശിക്കും. പ്രധാനമായിട്ടും തമിഴ്നാട്ടിലോട്ടേക്ക് ഇത് പ്രവേശിക്കും. മാക്സിമം എന്തുണ്ടായിരുന്നു? മോയ്സ്ചർ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ബേ ഓഫ് ബംഗാളിൽ നിന്ന് ഇത് ലാൻഡ് മാസിൽ നിന്ന് ഇങ്ങനെ വരുന്ന വിൻഡുകൾ എന്തുണ്ടായിരിക്കില്ല? മോയ്സ്ചറൊന്നുമില്ല. കാര്യം അത് ഡ്രൈ ആയിട്ട് വരുന്ന ഒരു ലാൻഡിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വാട്ടർ കണ്ടൻ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബേ ഓഫ് ബംഗാളിലോട്ടേക്ക് പോയിട്ട് പിന്നെ ലാൻഡിലോട്ടേക്ക് കയറുന്ന വിൻഡുകളിൽ എന്തുണ്ടായിരിക്കും? അതിൽ മോയ്സ്ചർ കണ്ടൻറ്റ്, കടലിൽ പോയി വരികയാണ്. കടലിൽ പോയി വരുന്നത് കൊണ്ട് തന്നെ അതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും ഇത് തമിഴ്നാടിൻ്റെ ഒക്കെ ഭാഗത്തേക്ക്, കോറമാൻഡൽ തീരത്തേക്ക് കടക്കുന്നതോട് കൂടിയിട്ട് അത് തമിഴ്നാട്ടിലൊക്കെ മഴ പെയ്യിക്കാൻ വേണ്ടി തുടങ്ങും. തമിഴ്നാട്ടിൽ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കേരളത്തിലും മഴ കിട്ടാറുണ്ട്. പിന്നെ കർണാടകയുടെ കുറച്ച് ഭാഗത്തും മഴ കിട്ടാറുണ്ട്. അപ്പോൾ കേരളം 2 മൺസൂണിലും എന്ത് ചെയ്യാറുണ്ട്? നമുക്ക് മഴ കിട്ടുന്നുവെന്നാണ്. എനിവേ, ഇങ്ങനെ തമിഴ്നാടിൻ്റെ ഭാഗത്തൊക്കെ മഴ പെയ്യിക്കുന്ന ഈ വിൻഡാണ് ഏതെന്ന് പറയുന്നത്? നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. അപ്പം സൗത്ത് വെസ്റ്റ് മൺസൂണും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂണും. നോക്കൂ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ എപ്പോഴാണ്? വിൻ്ററിലാണ് വീശിയത്. ഏത് ഡയറക്ഷനിലാണ്? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നുമാണ് വീശിയത്. സമ്മറിലാണ് ആര് വീശിയത്? സൗത്ത് വെസ്റ്റ് മൺസൂൺ വീശിയത്, അല്ലേ? സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നിന്നും സമ്മറിൽ വീശി, അതായത് ഓഷ്യനിൽ നിന്ന് നേരെ ലാൻഡിലോട്ടേക്ക്. തിരിച്ച് വിൻ്റർ ആയപ്പം ലാൻഡിൽ നിന്ന് നേരെ ഓഷ്യനിലോട്ടേക്ക് വീശി. അത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ, മറ്റേത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നിന്ന്. മനസ്സിലായോ? അപ്പോൾ സമ്മറിൽ ഒരു ഡയറക്ഷനിൽ, വിൻ്ററിൽ മറ്റൊരു ഡയറക്ഷനിൽ. ഡയറക്ഷൻ ചേഞ്ച് ചെയ്തോ? സീസൺ അനുസരിച്ച് ഡയറക്ഷൻ ചേഞ്ചായി. സമ്മറിൽ വീശിയ ആ ഡയറക്ഷനിൽ നിന്നല്ല വിൻ്ററിൽ വീശിയത്. അതുകൊണ്ട് തന്നെ സീസൺ അനുസരിച്ചിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് വിളിക്കും? പീരിയോഡിക് വിൻസ് എന്ന് വിളിക്കും. അപ്പോൾ പീരിയോഡിക് വിൻസിന് നല്ല ഉദാഹരണങ്ങളാണ് ആരൊക്കെ? സീസൺ അനുസരിച്ചുള്ള പീരിയോഡിക് വിൻസിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഏതൊക്കെ? സൗത്ത് വെസ്റ്റ് മൺസൂണും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂണും. ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ കാര്യമായിട്ട് മഴ പെയ്യിക്കുന്നില്ല. തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിലൊക്കെയാണ് മഴ പ്രധാനമായിട്ടും പെയ്യിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെയിനി സീസൺ ഓഫ് തമിഴ്നാടു എന്നാണ് ഏതറിയപ്പെടുന്നത്? നമ്മുടെ ഈ നോർത്ത് ഈസ്റ്റ് മൺസൂൺ അറിയപ്പെടുന്നത്. മറ്റേത് ഇന്ത്യയുടെ മെയിൻ റെയിനി സീസണായിട്ടാണ് സൗത്ത് വെസ്റ്റ് അറിയപ്പെടുന്നത്. നോക്കൂ, ഇവിടെ നേരത്തെ പറഞ്ഞ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ സമയത്ത് തമിഴ്നാടിൻ്റെ ഭാഗത്തൊന്നും കിട്ടിയിട്ടില്ല? മഴ കിട്ടിയിട്ടില്ല. അത് നേരെ ബേ ഓഫ് ബംഗാളിലോട്ടേക്ക് പോയ ആൾക്കാർ നേരെ ബംഗാളിൻ്റെ ഭാഗത്തോട്ടേക്ക് എൻ്റർ ചെയ്യുക ചെയ്തത്. അപ്പോൾ ഈ ഭാഗത്ത് അങ്ങനെ പ്രധാനമായിട്ട് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കെന്നെ ആലോചിച്ചാൽ, നമുക്ക് മഴക്കാലമുള്ള സമയത്ത് നമുക്ക് തമിഴ്നാട്ടിൽ ഈ വരൾച്ച ആണ് ഉണ്ടാവുക, ഡ്രോട്ടാണ് ഉണ്ടാവാറ്. എന്നാൽ നവംബറൊക്കെ ആകുമ്പോൾ കാണാം ചെന്നൈയിലൊക്കെ വലിയ വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, നമുക്കൊന്നും വലിയ മഴ ഇല്ലല്ലോ. പക്ഷേ എന്നാലും നമുക്ക് ഈ സമയത്ത് മഴ കിട്ടാറുണ്ട്. പക്ഷേ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് മഴ കിട്ടാറുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പം ഞാൻ പറഞ്ഞ ഒന്നും കൂടെ ഈ ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ, ദ ടേം മൺസൂൺ ഇംപ്ലൈസ് എ സീസണൽ റിവേഴ്സൽ ഇൻ ദ വിൻഡ് പാറ്റേൺ. സീസണലായിട്ട് റിവേഴ്സൽ ആവുക, അതിൻ്റെ വിൻഡിൻ്റെ പാറ്റേൺ, അതായത് വിൻഡിൻ്റെ ഡയറക്ഷൻ മാറുക. ഡ്യൂറിങ് സമ്മറിൽ എന്താണ്? ദ സൗത്ത് ഏഷ്യൻ ലാൻഡ് മാസസ്, എസ്പെഷ്യലി ദ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, ഗെറ്റ്സ് ഈറ്റഡ് അപ്പ് ഇൻറ്റൻസിലി ആൻഡ് സിവിയർ ലോ പ്രഷർ ഡെവലപ്സ്.
വേനൽക്കാലത്ത് അതായത് സമ്മറിൽ സൗത്ത് ഏഷ്യൻ ലാൻഡ് മാസസിൽ അതായത് പ്രത്യേകിച്ചും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ എന്താ അവിടെ വലിയ അധികം ചൂട് വരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ലോ പ്രഷർ ഫോം ചെയ്യുന്നു. ഞാൻ വരച്ചത് പ്രകാരം കണ്ടില്ലേ. ഇനി വിൻഡ് ബ്ലോസ് ടുവാർഡ്സ് ദ ലാൻഡ് മാസ് ഫ്രം ദ ഇന്ത്യൻ ഓഷ്യൻ. അതുകൊണ്ട് തന്നെ വിൻഡ് എവിടെ നിന്ന് എവിടേക്ക് വീശുന്നു? ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് നമ്മുടെ ലാൻഡ് മാസിലോട്ടേക്ക് വീശുന്നു. വേർ കമ്പാരിറ്റീവ്ലി ഹൈ പ്രഷർ പ്രിവൈൽസ്. എവിടെയാണ് ഹൈ പ്രഷർ അപ്പോൾ ഉണ്ടായിരിക്കുക? ഇന്ത്യൻ ഓഷ്യനിലാണ്. അതുകൊണ്ട് ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് കമ്പാരിറ്റീവ്ലി ഹൈ പ്രഷർ ആയിട്ടുള്ള ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് ലാൻഡ് മാസിലോട്ടേക്ക് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലോട്ടേക്ക് എന്ത് ചെയ്യുകയാണ്? വിൻഡ് ബ്ലോ ചെയ്യുകയാണ്. ദീസ് വിൻഡ്സ് ബ്ലോയിങ് ആസ് സൗത്ത് വെസ്റ്റ് വിൻഡ്സ് ഡ്യൂ ടു കോറിയോലിസ് ഇഫക്റ്റ്. അത് സൗത്തിൽ നിന്ന് വരുന്ന വിൻഡായിരുന്നു, പക്ഷേ അതിനെ കോറിയോലിസ് ഇഫക്റ്റ് അട്രാക്ട് ചെയ്തുകൊണ്ട് തന്നെ അതെന്തായി? അത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് മാറി. കോസസ് വൈഡ് സ്പ്രെഡ് റെയിൻഫോൾ ആൻഡ് ഓൺ എൻറ്ററിങ് ദ ലാൻഡ്. അത് നമ്മുടെ ലാൻഡിലോട്ടേക്ക് കടക്കുന്തോറും അല്ലെങ്കിൽ കടക്കുമ്പോഴേക്കും അതെന്താണ്? വലിയ തോതിൽ മഴ നമുക്ക് പെയ്യ്ക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വിളിച്ചത്. ഇനി അടുത്ത ആളാരാണ്? നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലേ. നോർത്ത് ഈസ്റ്റ് മൺസൂണാണ് അടുത്തത്. ഡ്യൂറിങ് വിൻ്റർ ആയപ്പോൾ, നേരത്തെ സമ്മറാണ് പറഞ്ഞത്. ആസ് ദ നോർത്തേൺ ലാൻഡ് മാസസ് ഗെറ്റ് സിവിയർലി കൂൾഡ്. നേരത്തെ എവിടേക്കാണോ കാറ്റ് വീശിയിരുന്നത് ആ സ്ഥലം എന്താവാൻ തുടങ്ങി? തണുക്കാൻ തുടങ്ങി. അവിടെ എന്തായി? ഹൈ പ്രഷറായി. ഹൈ പ്രഷർ ഡെവലപ്സ് ഓവർ നോർത്ത് ഇന്ത്യ. അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഹൈ പ്രഷറായി. ദിസ് കോസസ് ദ വിൻഡ്സ് ടു ബ്ലോ കണ്ടിന്യൂസ്ലി ഫ്രം ദ ലാൻഡ് ടുവാർഡ്സ് ദ ഇന്ത്യൻ ഓഷ്യൻ ആസ് നോർത്ത് ഈസ്റ്റ് വിൻഡ്സ്. അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഓഷ്യനിലാണ് ലോ പ്രഷർ ഉള്ളത്. അപ്പോൾ ലാൻഡിൽ നിന്ന്, ഹൈ പ്രഷർ ആയിട്ടുള്ള ലാൻഡിൽ നിന്ന് ഓഷ്യനിലോട്ടേക്ക്, ലോ പ്രഷർ ആയിട്ടുള്ള ഓഷ്യനിലോട്ടേക്ക് എന്ത് ചെയ്യണം? വിൻഡ് ബ്ലോ ചെയ്യുകയാണ്. ദീസ് വിൻഡ്സ് വിച്ച് ആർ ജനറലി ഡ്രൈ ഇൻ നേച്ചർ ആർ കോൾഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്സ്. ഇത് പൊതുവേ എന്താണ്? ഡ്രൈ ആയിട്ടുള്ള വരണ്ട കാറ്റുകളാണ്. അതിനെയാണ് നമ്മൾ നോർത്ത് ഈസ്റ്റ് എന്ന് വിളിക്കുന്നത്. എങ്കിലും നമുക്ക് തമിഴ്നാട്ടിൽ മഴ പെയ്യിക്കുന്നത് അത് ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗം വഴി പോയി വരുന്നത് കൊണ്ടാണ്. ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗത്തു കൂടി പോയി വരുന്ന, അല്ലെങ്കിൽ പൊതുവേ എന്താണ്? ഇത് ഡ്രൈ വിൻഡാണ്, ഡ്രൈ ആയിട്ടുള്ള വിൻഡാണ്. പക്ഷേ ഇതിങ്ങനെ പോയി വരുന്നത് കൊണ്ട് ആ പോയി വന്നിട്ട് ഇങ്ങോട്ടേക്ക് കയറുന്ന ഈ സ്ഥലത്ത് മാത്രം മഴ കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇവിടെ നോക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. സമ്മറിൽ ഒരു ഡയറക്ഷനിലാണ്, സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ നിന്നാണ്. വിൻ്റർ ആയപ്പോൾ അതെന്താണ്? നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. അതായത് സീസൺ അനുസരിച്ചിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു, റിവേഴ്സലായി. അതുകൊണ്ട് തന്നെ നമുക്കതിനെന്ത് വിളിക്കാം? ഈ ഒരു പീരിയോഡിക്, സീസണലായിട്ടുള്ള പീരിയോഡിക് വിൻഡായിട്ട് പറയാം. ഇവിടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഓഷ്യനിൽ നിന്ന് ഇങ്ങനെ ലാൻഡ് മാസിലോട്ടേക്ക് കയറുന്നു അല്ലേ. സൗത്ത് വെസ്റ്റ്, ഞാൻ രണ്ട് ഡയറക്ഷനായിട്ട് പറഞ്ഞില്ലേ. ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗത്തൂടെ പോകുന്നതും ഈ അറേബ്യൻ സീയുടെ ഭാഗത്തിൽ നിന്ന് പോകുന്നതും, അങ്ങനെ രണ്ട് ബ്രാഞ്ചായിട്ടാണ്. മറ്റേത് ഇങ്ങനെയാണ് വരുന്നത്, അതായത് നമ്മുടെ ബേ ഓഫ് ബംഗാൾ വഴിയാണ് വരുന്നത്. ബേ ഓഫ് ബംഗാൾ വഴി അല്ലാതെ വരുന്നത് ഡ്രൈ ആയിട്ടും, ബേ ഓഫ് ബംഗാൾ വഴി വന്നിട്ട് ഇങ്ങോട്ടേക്ക് കയറുന്നത് എന്താണ്? കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തമിഴ്നാടിൻ്റെ ഈ ഭാഗത്തോട്ടൊക്കെ മഴ കിട്ടുന്നു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പീരിയോഡിക് വിൻസുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഒരു ലോക്കൽ വിൻസ് എന്ന് പറയുന്ന ഭാഗവുമായിട്ട് നമുക്ക് കാണാം.